48കാരനായ സാബു എന്ന് വിളിക്കുന്ന ലൂക്കോസ്, 30കാരനായ ഷമീർ ഉമറുദ്ദീൻ, 29കാരനായ സാജൻ ജോർജ്, സുരേഷ് എസ് പിള്ള. ഇവരുടെ വീടുകളിൽ, ഇവരുടെ വീട്ടുകാരിൽ ഒക്കെ കണ്ട വിങ്ങിപ്പൊട്ടലുകളെ എങ്ങനെ തരണം ചെയ്തു? കൃഷ്ണരാജ്, ഒരു വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല ഇവരുടെ ഒന്നും സങ്കടം. അല്ലെങ്കിൽ ഇവരെ ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് ആശ്വസിപ്പിക്കാനും പറ്റില്ല. ഈ കുടുംബങ്ങളെയെല്ലാം, ഈ ഉറ്റവർ വിട്ടുപിരിഞ്ഞ കുടുംബങ്ങളെ, ആ കുടുംബാംഗങ്ങളെ നമ്മൾ എങ്ങനെ പറഞ്ഞ് അല്ലെങ്കിൽ എന്ത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാശ്വസിപ്പിക്കും എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമേ ഇല്ല. കാരണം ഈ പറയപ്പെട്ടവരെല്ലാവരും, ഈ പോയവരെല്ലാവരും സ്വർണം അല്ലെങ്കിൽ പൊന്നു കായ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ പൊന്നു കൊണ്ടുവരാൻ വേണ്ടി പോയവരല്ല. അവനവൻ്റെ ആവശ്യത്തിന് വേണ്ടി, ഒരു ചെറിയ ഒരു കുടുംബത്തിൻ്റെ വയറ് നിറയുവാൻ വേണ്ടി, ആ കുടുംബത്തിന് ഒരു തണലാകുവാൻ വേണ്ടി മാത്രമാണ് ഈ വിദേശത്തേക്ക് പോയത്, കടൽ കടന്ന് പോയത്. അങ്ങനെ ആ പോയവരാണ് എന്തെങ്കിലും ഒരിക്കൽ തൻ്റെ പ്രാരാബ്ധങ്ങളും കുടുംബത്തിൻ്റെ കടവും കൂട്ടവും എല്ലാം ഒഴിഞ്ഞൊരു നല്ല ജീവിതമുണ്ടാകും. ആ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ഇവരെല്ലാവരും പോയത്. സ്വന്തം സുഖങ്ങൾ എല്ലാം നമുക്കറിയാം. പ്രവാസ ജീവിതം അത്ര സുഖമല്ല. പണ്ട് കാലങ്ങളിലായിരുന്നു ഈ പ്രവാസ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ വലിയ സുഖമായി കാണുന്നത്. എന്നാൽ ദുരിതക്കയത്തിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ സ്വയം ദുരിതം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് മറ്റുള്ളവരെ സംരക്ഷിക്കുന്നത്. അതാണ് പ്രവാസ ജീവിതം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ സ്വയം എരിഞ്ഞുകൊണ്ട് മറ്റുള്ള കുടുംബാംഗങ്ങളെയെല്ലാം, ആ കുടുംബത്തെ മൊത്തം കരകയറ്റുന്നതിൻ്റെ ഉത്തരവാദിത്വം മുഴുവനും സ്വന്തം ചുമലിലേറ്റിക്കൊണ്ടാണ് ഇവർ പ്രവാസത്തിൽ ജീവിക്കുന്നത്. അങ്ങനെ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ പോയവരാണ് ഇന്ന് നിശ്ചലമായി നമ്മൾക്ക് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ആ മുഹൂർത്തം നമുക്കൊരിക്കലും വാക്കുകൾ കൊണ്ടൊന്നും പറയുവാനോ അല്ലെങ്കിൽ ബന്ധുക്കളെ ഒന്നും ആശ്വസിപ്പിക്കുവാനൊന്നും കഴിയില്ല. ആ ഒരു സാഹചര്യം, അതിനെ തരണം ചെയ്യുക എന്നത് പോലും വളരെ അതികഠിനമാണ്. അത്തരത്തിലുള്ള വൈകാരിക മുഹൂർത്തങ്ങളാണ് ഇന്ന് നമുക്ക് മുന്നിലൂടെ പോയത്. നമുക്കറിയാം, നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള വൈകാരിക അനുഭവങ്ങൾ അല്ലെങ്കിൽ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴൊന്നും ഇത്തരത്തിലുള്ള വൈകാരികമായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് നമുക്കറിയാം. എങ്കിൽ പോലും നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞു പോകും, നമ്മുടെ തൊണ്ട ഇടറിപ്പോകും. അത് നമ്മൾ മനുഷ്യരായതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ അനുഭവങ്ങൾ വന്നു ചേരുന്നത്. അത്തരത്തിലുള്ളൊരു മുഹൂർത്തമാണെന്ന് കടന്നുപോയത്, ഇന്നത്തെ ദിവസം കടന്നുപോയത്. കൊല്ലം ജില്ലയിലേക്ക് വരികയാണെങ്കിൽ 4 പേരാണിന്ന് ഈ പല രീതിയിലേക്ക് അല്ലെങ്കിൽ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പോയവർ 4 പേരാണെന്ന് നിശ്ചലമായി തിരിച്ചു വന്നത്. ആ കുടുംബം ആ ദുഃഖക്കയത്തിലാക്കിക്കൊണ്ട് അവർ അവരുടെ ഭൗതിക ശരീരം മാത്രമായിട്ട് വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അതിൽ ആണ് 39കാരനായ ഷമീർ, അതുപോലെ തന്നെ 40 വയസ്സുള്ള സുമേഷ്. ഈ 2 പേരുടെ ഭൗതിക ശരീരം ആണ് ഇന്ന് സംസ്കരിക്കുകയും ചെയ്തത്. പറഞ്ഞറിയിക്കാൻ കഴിയില്ല ആ മുഹൂർത്തം എങ്ങനെയാണ് നമ്മൾ തരണം ചെയ്തതെന്ന്. രാവിലെ മുതൽ തന്നെ വലിയ ജനക്കൂട്ടവും ആളുകളുമൊക്കെ ഈ വീടുകളിലേക്ക് തടിച്ചുകൂടുന്ന സാഹചര്യമുണ്ടായി. അതിലേറ്റവും ദുഃഖകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു സുമേഷ് എന്ന് പറയുന്നത്. നമുക്കിന്ന് രാവിലെ മുതൽ ചെന്നത് മുതൽ ആ പ്രദേശങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ്. അതായത് കഴിഞ്ഞ 6 മാസം മുമ്പാണ് സുമേഷിൻ്റെ സഹോദരൻ വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് എത്തുന്നത്. എയർ ആംബുലൻസ് വഴിയാണ് അദ്ദേഹത്തെ അടിയന്തരമായി കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ രോഗഗ്രസ്തനായി, തുടർന്ന് നാട്ടിലേക്ക് അടിയന്തരമായി എത്തിക്കേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ എയർ ആംബുലൻസ് വഴിയാണ് അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിച്ചത്. അതിന് ഭാരിച്ച തുക ആ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവായി. മാത്രമല്ല, ഈ സുമേഷിൻ്റെ അച്ഛൻ രോഗഗ്രസ്തനാണ്, അമ്മയ്ക്ക് അസുഖമുണ്ട്, അതുപോലെ തന്നെ ഭാര്യയും രോഗം ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം തൻ്റെ ചുമലിലാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലൂടെയാണ് അവിടെ കുവൈറ്റിൽ ഇത്രയും ഈ പ്രതികൂലമായ സാഹചര്യങ്ങളിൽ അദ്ദേഹം സുമേഷ് നിന്നത്. ആ വ്യക്തി ഇല്ലാതായത് തന്നെ ആ വ്യക്തിയുടെ അസാന്നിധ്യം ഏറെ അലട്ടുന്നത് ആ കുടുംബത്തെയായിരിക്കും. അതാണ് ആ പ്രദേശവാസികളടക്കം നമ്മളോട് പങ്കുവെച്ചത്. ഇനി എങ്ങനെയായിരിക്കും ഇവരുടെ ജീവിതം മുന്നോട്ട് പോകുക എന്നതാണ് ഒരു വലിയ ചോദ്യചിഹ്നമായി നമുക്ക് നിൽക്കുന്നത്. ഈ കണ്ട ജനാവലികൾ അവിടെ ആ ഭൗതിക ശരീരം ഏറ്റുവാങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ സംസ്കരിക്കുന്നതിനും ആ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എല്ലാം അവിടെ ഉണ്ടായിരുന്നവർ, അവിടെ ആ പ്രദേശത്ത് എത്തിച്ചേർന്നവരുടെ എല്ലാം മനസ്സിൽ തെളിഞ്ഞു വന്നത് ഇതേ വികാരം മാത്രമാണ്. ഇനി എങ്ങനെ ആണ് മുന്നോട്ടുള്ള ഒരു യാത്ര? ഈ വീട്ടിലെ ഈ ഒരു 6 വയസ്സുള്ള മകളുണ്ട് സുമേഷിന്. ഈ മകൾ അടക്കമുള്ളവരുടെ യാത്ര, മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നത് ഒറ്റ ചോദ്യചിഹ്നമായിട്ടായിരുന്നു അവിടെ നിഴലിച്ചത്. വളരെ വൈകാരികമായ മുഹൂർത്തങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. 3
3 മണിയോടുകൂടിയാണ് ഈ ഭൗതിക ശരീരം വീട്ടിലെത്തുന്നത്. സുമേഷിൻ്റെ വീട്ടിൽ, കടവൂരിലെ വീട്ടിലേക്ക് എത്തുന്നത്. ആ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് പോകാൻ പോലും കഴിയാത്ത രീതിയിൽ ജനങ്ങൾ തിങ്ങി നിൽക്കുന്നൊരു സാഹചര്യം. തങ്ങളുടെ പ്രിയ കൂട്ടുകാരനെ, അത് തങ്ങളുടെ സഹോദരനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി പ്രദേശവാസികൾ ഒന്നടങ്കം വരുന്നൊരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുമായിരുന്നു. നമുക്കവിടെ കണ്ടതാണ്. നമ്മൾ ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ അത് കടന്നുപോയത്. ഒരിക്കലും അത് പറയാൻ കഴിയില്ല. എങ്ങനെ അതിൽ പറയണമെന്ന് പോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യമാണ് അവിടെ നിന്ന് നമുക്ക് ഉണ്ടായത്. അത്രയ്ക്ക് വൈകാരിക മുഹൂർത്തങ്ങളെല്ലാം അവിടെ സാക്ഷിയാക്കുകയും ചെയ്തു. ഒരു വീട് വെക്കണമെന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് സ്വന്തമായൊരു വീടുണ്ടാകണമെന്ന്. അത് കുറച്ച് വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അതിൽ വീട് വെച്ചിട്ട്. കഴിഞ്ഞ ഓണത്തിന്, അതായത് 6 മാസം മുമ്പാണ് അദ്ദേഹം നാട്ടിലെത്തിയത്. ഈ കൂട്ടായ്മകളോടും കൂട്ടുകാരോടും ഒക്കെ ഒരുപാട് സഹകരിക്കുന്ന ഒരു വ്യക്തി, എല്ലാവർക്കും നല്ലത് മാത്രം പറയാൻ കഴിയുന്ന ഒരാളാണ് സുമേഷ്. നമ്മൾ ചോദിക്കുമ്പോൾ പോലും പലരോടും ആരായുമ്പോഴെല്ലാം ഒരു എതിരഭിപ്രായം അല്ലെങ്കിൽ ഒരു കുറ്റവും ആരും പറഞ്ഞില്ല. പലരും പറഞ്ഞത് പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾക്കൊപ്പം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സുമേഷ് എന്നാണ് പ്രദേശവാസികളടക്കം നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്ത്. അത്തരത്തിലൊരു വ്യക്തി ഇല്ലാതാകുന്നത്, ആ ഒരു വ്യക്തിയുടെ അസാന്നിധ്യം എന്ന് പറഞ്ഞാൽ ആ അസാന്നിധ്യം അലട്ടുന്നത് മറ്റു ചില ജീവിതങ്ങളെയാണെന്ന് ഓർക്കുമ്പോഴാണ് ഈ അവിടെ വന്നെത്തിയ എല്ലാവർക്കും കണ്ണീരണിയുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ നിറകണ്ണുകളോടെയാണ് ഏവരും ഈ മുഹൂർത്തത്തെ തരണം ചെയ്തത്. ഒരിക്കലും ഇതിനെ എങ്ങനെ ഈ ഒരു സാഹചര്യം മറികടക്കാൻ ഈ കുടുംബത്തിന് കഴിയുമോ എന്നടക്കമുള്ളൊരു ആശങ്ക പലർക്കുമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ കഴിഞ്ഞ ദിവസമാണ്, അതായത് ഇന്നലെയാണ് ഈ മരണവിവരം ബന്ധുക്കളെ തേടിയെത്തുന്നത്. ഈ തീപിടുത്തമുണ്ടായി അതിൽ പെട്ടിട്ടുണ്ടെന്ന് മാത്രം അറിഞ്ഞു. എന്നാൽ ക്രിട്ടിക്കൽ സ്റ്റേജിൽ എവിടെയോ ഒക്കെ ആയിരിക്കാം, രക്ഷപ്പെടുമെന്നൊക്കെയുള്ള വിശ്വാസം ഈ കുടുംബത്തിനുണ്ടായിരുന്നെങ്കിൽ പോലും, അല്ലെങ്കിൽ ആ ബന്ധുക്കൾക്കുണ്ടായിരുന്നെങ്കിൽ, ഇന്നലെ രാത്രിയോടെയാണ് മരണവിവരം ബന്ധുക്കളെ തേടിയെത്തുന്നത്. ആ ബന്ധുക്കൾ ആരും തന്നെ ഈ കുടുംബത്തോടെ എങ്ങനെ അറിയിക്കും, അല്ലെങ്കിൽ ഭാര്യയോട് എങ്ങനെ പറയും, സഹോദരനോട് എങ്ങനെ